നബിയെ, നീ വല്ല കാര്യത്തിൽ ഏർപ്പെടുകയോ അതിനെപ്പറ്റി ഖുറാനിൽ നിന്ന് വല്ലതും ഓതി കേൾപ്പിക്കുകയോ നിങ്ങൾ ഏതെങ്കിലും പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയോ ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾ അതിൽ മുഴുകുന്ന സമയത്ത് നിങ്ങളുടെ മേൽ സാക്ഷിയായി നാം ഉണ്ടാകാതിരിക്കില്ല. ഭൂമിയിലോ ആകാശത്തോ ഉള്ള ഒരു അണുവോളമുള്ള യാതൊന്നും നിന്റെ രക്ഷിതാവിന്റെ ശ്രദ്ധയിൽ നിന്ന് വിട്ടുപോവുകയില്ല. അതിനേക്കാൾ ചെറുതോ വലുതോ ആയിട്ടുള്ള യാതൊന്നും സ്പഷ്ടമായ ഒരു രേഖയിൽ ഉൾപ്പെടുത്താത്തതായിട്ടുമില്ല. ഇവിടെ പറയുന്നത് എന്താ? നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്യുകയാണെങ്കിലും, നമ്മൾ ഖുറാനിൽ നിന്ന് വല്ലതും ഓതി കേൾപ്പിക്കുകയാണെങ്കിൽ പോലും അവിടെ ആരുണ്ട്? സൃഷ്ടാവ് അതിന് സാക്ഷിയാണ്. സൃഷ്ടാവ് അത് അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നീ ഭൂമിയിലോ ആകാശത്തോ എവിടെ ആണെങ്കിൽ പോലും അള്ളാഹു അറിയാത്ത ഒരു വസ്തുവും ഇല്ല. എല്ലാത്തിന്റെ അറിവ് അവന്റെ കൈകളിലുണ്ട്, അവൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. ഇതെല്ലാം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടെന്ന്. സത്യമാണ്, ഇത് നമ്മൾ അറിയുന്നുണ്ട്. അള്ളാഹു എല്ലാത്തിനും വലയം ചെയ്യുന്നുണ്ട്, എല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, നമ്മളെ കൂടെ സാക്ഷിയാണ് എന്നുള്ള സത്യമൊക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ശ്രദ്ധിക്കുക, തീർച്ചയായും അള്ളാഹുവിന്റെ മിത്രങ്ങൾ ആരോ അവർക്ക് യാതൊരു ഭയവുമില്ല, അവർ ദുഃഖിക്കേണ്ടി വരികയുമില്ല. അപ്പൊ അള്ളാഹുവിന്റെ മിത്രങ്ങൾ ആരാണ്? അള്ളാഹിന്റെ യഥാർത്ഥ സത്യങ്ങൾ മനസ്സിലാക്കിയവരാണ്. അവരൊന്നുകൊണ്ട് ഭയപ്പെടേണ്ടതില്ല എന്നാണ് ഇവിടെ പറയുന്നത്. അള്ളാഹുവിന്റെ അനുഗ്രഹം ലഭിച്ചവർക്ക് അന്ധകാരത്തിൽ നിന്നും സത്യത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയുള്ളൂ. മുന്നേ ഒരുപാട് സൂറത്തുകളിൽ നമ്മൾ പറഞ്ഞ കാര്യമാണ്. നമ്മൾ അള്ളാഹിന്റെ സത്യങ്ങളും യഥാർത്ഥ വിശ്വാസവും നമ്മൾ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ അത് അള്ളാഹു അനുഗ്രഹിച്ചത് കൊണ്ടും നമ്മൾ ഇഷ്ടപ്പെട്ടത് കൊണ്ടും മാത്രമാണ് നമുക്കത് കേൾക്കാൻ കഴിയാന്നുള്ളത്. പാപങ്ങൾ പോലും പൊറുക്കപ്പെടും അത് കേട്ട് കഴിഞ്ഞാൽ എന്ന് ഭഗവത്ഗീതയിൽ എന്ന കാര്യമാണ്. വിശ്വസിക്കുകയും സൂക്ഷ്മത പാലിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നവരെത്ര അവർ. യഥാർത്ഥ സത്യത്തെ വിശ്വസിക്കുന്ന ആളുകൾ, സൂക്ഷ്മത പാലിക്കുന്ന ആളുകൾ. നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന പല സത്യങ്ങളും അത് സൃഷ്ടാവിന്റെ അറിവോട് കൂടിയാണ്. സൃഷ്ടാവ് അത് അറിയുന്നുണ്ട്. ആ ഒരു ബോധം നമുക്ക് ഉണ്ടാവണം. നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന പല സത്യങ്ങളും യഥാർത്ഥ സൃഷ്ടാവിന്റെ സത്യങ്ങളാണ്. അത് നമ്മൾ അറിയുമെന്ന് അള്ളാഹു തന്നെ നമുക്ക് സൂചിപ്പിച്ച് തരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എത്രത്തോളം ഭാഗ്യം ചെയ്തവരാണ് എന്നുള്ളത് നമ്മൾ തന്നെ ചിന്തിച്ചു നോക്കുക.